തമിഴ്നാട് ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരം തേടി അയച്ച 10 ബില്ലുകൾക്ക് അംഗീകാരം ലഭിച്ചു എന്ന് സുപ്രീം കോടതി വിധിച്ച പശ്ചാത്തലത്തിൽ ഈ 10 നിയമങ്ങളും ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ. ഇതോടെ ഇന്ത്യയിൽ നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾ ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതിയുടെ വിധിയെ അടിസ്ഥാനമാക്കി പ്രാബല്യത്തിൽ വന്ന ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 2 ജഡ്ജിമാരാണോ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്? ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒപ്പിടുന്നതിന് സമയപരിധി കൽപ്പിക്കുന്നത് അതിരുകടന്ന നടപടിയാണെന്ന് ഒക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ തട്ട് കിട്ടിയവർ പറയുന്നുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഇക്കാലം അത്രയും അടയിരുന്ന ആശാന്മാരാണ് ഇപ്പോൾ ഇത്തരം വാദങ്ങളുമായി എത്തുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന സുപ്രീം കോടതി നടപടിയാണോ അതോ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾക്ക് മേലെ അടയിരുന്നവരാണോ അതിര് കടക്കുന്നത്? രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെയോ തമിഴ്നാട് ഗവർണർ RN രവിയുടെയോ തുല്യം ചാർത്തൽ ഇല്ലാതെ 10 ബില്ലുകൾ നിയമമായി വിജ്ഞാപനം ചെയ്യപ്പെട്ടതോടെ ഫെഡറൽ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണോ? ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സ് ഉയരുകയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. തമിഴ്നാട്ടിൽ DMKയുടെ രവീകരണങ്ങൾ കാണുമ്പോഴെങ്കിലും ഗവർണർമാർ അതിര് കടക്കാതെ ഒപ്പിടുമോ? ഗവർണർമാരുടെ സമയം തെളിച്ചിരിക്കുകയാണോ ഇപ്പോൾ സുപ്രീം കോടതി?